ഹായ് നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴിന്ന് ഒരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച എനിക്ക് പള്ളിയിൽ പോകണം, അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. രാവിലെ അമ്മയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അമ്മയ്ക്ക് കുറച്ച് ഗുളിക രാവിലെ കഴിക്കാനുണ്ട്, അപ്പം ഭക്ഷണം നേരത്തെ ഉണ്ടാക്കി കൊടുക്കണം ഗുളിക കഴിക്കാൻ. അപ്പോഴേ ആ ഗുളികയും കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാൻ പള്ളിയിലേക്ക് പോകുകയാണ്. ഞങ്ങൾക്ക് 9:30 തൊട്ട് 11:30 വരെയാണ് കുർബാനയുടെ ടൈം. അപ്പോഴേ പള്ളിയിൽ ചെല്ലുമ്പോഴത്തേക്കും നേരമാകുമെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ 9:15 അതായത് 9 മണി കഴിഞ്ഞ് 15 മിനിറ്റായി. അപ്പോഴേ ഞാൻ പോയിട്ട് വരട്ടെ, വീണ്ടും കാണാം. ഇങ്ങനെ പള്ളിയിൽ വന്ന വഴിക്ക് ചപ്പാത്തി പലക വാങ്ങിച്ചു. എൻ്റെ ചപ്പാത്തി പലക റിട്ടയർമെൻറ്റിന് എന്നോട് അപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു പൊയ്ക്കോളാം. 230 രൂപ. ഇപ്പോഴേ ഇതുപോലൊരു കമ്പ് അടുക്കളയിലിരിക്കുന്നവർക്ക് അത്യാവശ്യമാണ്. ആവശ്യമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ പാല് വാങ്ങിച്ചു. പിന്നെ ഇന്ന് ഞായറല്ലേ, അതിനുടനെ എല്ലാം ചൂടാക്കി തിന്നുമ്പോഴത്തേന് സമയം പിടിക്കും. അപ്പോഴേ ഉണ്ടപ്പൊരി, ബോണ്ടെന്നിവിടെ പറയും, പരിപ്പ് വട, 2 ഉഴുന്നുവട. അപ്പോഴേ പാല് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചായ ഉണ്ടാക്കാൻ പോവുക. പിന്നെന്താ പിന്നെ വാങ്ങിച്ചത് സന്തൂർ, അതായത് ചെറുപ്പമായിരിക്കാൻ സന്തൂർ സോപ്പ്. അപ്പോൾ നമ്മൾ സന്തൂർ സോപ്പും വാങ്ങിച്ചു. പച്ചയാണ്, പച്ച സന്തൂർ മേടിച്ചു. അപ്പോഴേ ഇടിയും ഇത് ഇവിടെ വെക്കുകയാണ്. ചായപാത്രം എടുത്ത് ചായ ഇറത്താൻ പോയി. ആദ്യം ഡ്രസ്സൊന്ന് മാറി വരട്ടെ. പാലല്ലേ മനുഷ്യൻ നിർബന്ധമായിട്ട് ഉണ്ടാക്കുന്നത്. എത്ര പാലും വേണം. ഒത്തിരി ഒറിജിനൽ, ഒത്തിരി കെമിക്കൽ ഒക്കെ ഉണ്ട്. ആദ്യം അമ്മ ചായ കുടിക്കും. കെമിക്കലായാലും അമ്മയ്ക്കൊരു ഐസ്ക്രീം കൊടുത്ത് അമ്മയെ പരുവപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്. ഇനി ചായ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ്. അതോടൊപ്പം മുമ്പേ മേടിച്ച വടയൊക്കെ കൊടുക്കാൻ പോവുകയാണ്. ഐസ്ക്രീം, പാല്, മാങ്ങയുണ്ട് ചെത്താതെ. അമ്മേ, ഇത് കഴിഞ്ഞ് അന്നേ മാങ്ങ തിന്നണം. വടി
അപ്പോഴേ നമ്മൾ പള്ളിയിൽ നിന്ന് വന്നിട്ട് ചായ ഒക്കെ ഇടുകയാണ്. ഇത്തിരി പഞ്ചസാര വേണ്ട, കുറച്ച് മതി. പള്ളിയിൽ നിന്ന് വന്ന് കയറി കഴിഞ്ഞോട്ട് തന്നെ ഭയങ്കര ഒരു മഴ പെയ്തു. ഇവിടെ മഴ പെയ്ത് ആകപ്പാടെ അന്തരീക്ഷം എല്ലാം അങ്ങ് മൂടിക്കിട്ടി. നല്ല വെയിലായിരുന്നു ഇന്ന്. നിങ്ങളുടെ നാട്ടിലെ മഴയൊക്കെ ഉണ്ടോ? അപ്പോഴേ പള്ളിയിൽ നിന്നൊക്കെ ഞങ്ങൾ വന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ചു. അപ്പോഴേ പിന്നെ ഒരു സ്വല്പം നേരം അവിടെ ഒക്കെ അങ്ങനെ എങ്ങനെയും താളം ചവിട്ടിയൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഓർത്ത് അപ്പോഴേ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഒന്ന് ചൂടാക്കാമല്ലോ എന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ ചെന്ന് നോക്കിയപ്പം നമ്മുടെ ചോറിരുന്ന് വളിച്ച് പൊളിച്ച് ഒരു പരുവായി. ഇതാകുമ്പോൾ രാത്രിയിലെങ്ങാണ്ട് കറണ്ട് പോയതായിരുന്നു. വെളുപ്പിനെ പിന്നെ കറണ്ട് വന്നു. അപ്പം പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ, ഫ്രിഡ്ജിലല്ലേ ചോറിരിക്കുന്നത്. പള്ളിയിൽ നിന്ന് വന്ന് കഴിയുന്നുടനെ ചോറ് ചൂടാക്കുക. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ്. ഞായറാഴ്ച ദിവസം കഞ്ഞി വെക്കാറില്ല. ശനിയാഴ്ച നമ്മൾ കഞ്ഞി വെക്ക് ചോറുണ്ടാകും. അപ്പോഴത് വന്ന് ചൂടാക്കുകയാണ് പതിവ്. അപ്പോഴേ ഇന്ന് നോക്കിയപ്പം ചോറ് ഇങ്ങനത്തെ പരുവായി ഇരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ തീ കത്തിച്ച് കഞ്ഞി അടുപ്പത്തോട്ട് ഇട്ടു. അപ്പോഴേ എനിക്കൊരു 8ന്റെ പണി നമ്മുടെ ചോറ് തന്നു. ഇനിയും ഇപ്പോൾ ഏകദേശം 12 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ കഞ്ഞി അടുപ്പിൽ ഇടുന്നത്. ഇപ്പോഴേ മുൻ വീഡിയോയിൽ ഞാൻ കുറച്ച് ചക്ക പറിച്ചതും ചക്ക വറക്കാൻ പറിക്കുന്നതും അരിയുന്നതും ഒക്കെ കാണിച്ചല്ലോ. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് ചക്ക ഇവിടെ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അപ്പം നമ്മുടെ പറമ്പിന് തൊട്ടടുത്ത് താമസിക്കുന്ന അവർ പറഞ്ഞു, ഈ ചക്കയൊക്കെ ഇങ്ങനെ പറക്കി അരിഞ്ഞ് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. അവരുടെ അനുജത്തിമാരൊക്കെ വെളിയിലൊക്കെയാണ്. അവരുടെ അനുജത്തിമാർക്കൊക്കെ കട്ട ഉടഞ്ഞിട്ടില്ല, ഇങ്ങനെ ഐസ് കട്ട പോലെ ഇരിക്കുകയാണ്. അപ്പം ഇത് ഉടയുമായിരിക്കും. ഇതുണ്ട് പോരുന്നുണ്ട്. അപ്പം ഇതിന് നമ്മളൊന്ന് വേവിച്ച് നോക്കുകയാണ്. എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല, നോക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ അനിയത്തിമാർക്കൊക്കെ ഇങ്ങനെ വെച്ചിരുന്ന വർഷങ്ങളോളം ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല. എങ്കിലും ഫ്രീസറിൽ വെച്ചതാണ്. ഐസ് കട്ടയായിരുന്നു, ഇപ്പം ഉടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ ഒന്ന് വേവിക്കാൻ നോക്കുകയാണ്. ഇത് വേവിക്കാനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. അരപ്പ് തയ്യാറാക്കുന്നത് ഞാൻ സാധാരണ ചക്ക വേവിക്കാൻ എന്തൊക്കെയാണ് അരപ്പ് തയ്യാറാക്കുന്നത് അതൊക്കെയാണ് എടുക്കുന്നത്. അതായത് തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി, കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് ഉപ്പും കൂടെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒന്ന് വെള്ളം ഒഴിച്ച്, ഇപ്പോൾ ഇതിന് കുറേ വെള്ളം ആവശ്യമാണെന്ന് തോന്നുന്നു. ഇപ്പം നനവുണ്ട്, കുറച്ച് വെള്ളം വേകാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കുക്കറിൽ ഒരു സീറ്റ് അടുപ്പിച്ച് ആണ് സാധാരണ പച്ചച്ചക്ക വേവിക്കുന്നത്. ഇതിന് ഒരു സീറ്റ് കൂടെ കൂടുതൽ വേണമായിരിക്കും. അപ്പം നമുക്ക് വേവിച്ച് നോക്കാം.
ചക്കയ്ക്ക് ഒന്ന് അരപ്പ് ഞാൻ തയ്യാറാക്കുകയാണ്. ആ ചക്ക അത്ര സുഖകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന ആയതുകൊണ്ടായിരിക്കും, അറിയില്ല. ഇപ്പോഴേ കുറച്ച് കാന്താരി എടുക്കാം. ഇത്തിരി കാന്താരി വേണ്ട, കുറച്ച് മതി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചുമന്നുള്ളി, കുറച്ച് ചുമന്നുള്ളി പൊളിച്ചെടുക്കാം. ചുവന്ന ഉള്ളി പൊളിക്കാൻ എനിക്ക് മടിയും അതുപോലെ തന്നെ പേടിയും. കാരണം ഒരു ഉള്ളിത്തൊലി ഇരുന്നെങ്കിൽ അത് എല്ലാവരും ഒന്നുമില്ല, എല്ലാം നല്ല കൂട്ടുകാരാണ് എനിക്കുള്ളതെല്ലാം. അത്ര കമൻറ്റ് മോശമായിട്ട് ഇടുന്ന ആരുമില്ല. അപ്പം ഫസ്റ്റിലെ, അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ അവസരത്തിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു മടന്തയില, കർക്കിടക മാസത്തിൽ മടന്തയില തോരൻ വയ്ക്കില്ലേ, അപ്പം ഞാനൊരു മടന്ത ഇല പറിച്ച് തോരൻ വെക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അരപ്പ് തയ്യാറാക്കാൻ ഞാൻ ചുമന്നുള്ളി പൊളിക്കുന്നതുണ്ടേ. അപ്പം പൊളിച്ച കൂട്ടത്തിൽ നമ്മളിങ്ങനെ പൊളിച്ച് ഇങ്ങനെ എടുത്ത് പിന്നെ ഒരു ഉള്ളിയിലെങ്ങാണ്ട് അതിൻ്റെ തൊലി ഇരുന്ന് പോയി. തൊലി ഇങ്ങനെ ഇതുണ്ടോ, ഇതിൻ്റെ പുറം തൊലിയെല്ലാം കളഞ്ഞതാ, എന്നിലും ഒരു വശത്തെ ഒരു ചുമന്ന തൊലി ഇരുന്ന് പോയി. അപ്പം ആ കമൻറ്റിൽ ഇട്ടേക്കുവാ ഒരാൾ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങൾക്ക് ഈ ചുമന്നുള്ളിയുടെ തൊലി ഒന്ന് ശരിക്കൊന്ന് പൊളിച്ചുകൂടായോ? അപ്പോഴാണ് ഞാൻ കാണുന്നത് ഇതിൻ്റെ അകത്ത് ചുമന്നുള്ളിയുടെ തൊലി സ്വല്പം ഒരു ഉള്ളിയുടെ പുറത്തിരുന്നുണ്ട്. ഞാനപ്പോഴേ അയ്യോ പേടിച്ചു പോയി. യൂട്യൂബ് ചാനൽ തുടങ്ങിയ അവസരമല്ലേ, ആരുടെ ഇതൊക്കെ കമൻറ്റ് കേൾക്കുമ്പോഴും വിഷമോ കാര്യമൊക്കെയാണ്. പിന്നെ പോകെ എനിക്ക് ആ വിഷമം മാറി. ഇങ്ങനെ കമൻറ്റ് കേൾക്കാം, നെഗറ്റീവ് കമൻറ്റും പോസിറ്റീവ് കമൻറ്റും ഒന്നിച്ച് വരുന്ന ഒരു ഫീൽഡാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അന്നൊന്നും ഇല്ലല്ലോ, എനിക്ക് വീഡിയോ ഇടുന്നതും എടുക്കുന്നതും ഒക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോഴേ ഞാൻ അങ്ങനെയാണ് ചാനൽ തുടങ്ങിയത് തന്നെ. ഇതൊക്കെ എല്ലാവരും ഇടുന്നു കാണുന്നു. അപ്പം ഞാനൊടുത്ത ഒരു ചാനൽ ഞാനും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ എന്നും കണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കമൻറ്റ് കേട്ടപ്പോൾ ആദ്യം കേട്ടപ്പോൾ എനിക്ക് വലിയൊരു മനപ്രയാസമായിരുന്നു. ഇപ്പം അതൊന്നും സാരമില്ല കൂട്ടുകാരെ, പറയുന്നവരെ പറഞ്ഞിട്ട് പോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴും നമ്മുടെ ചുമന്നുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു തൊലി ഇരുന്നാലൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ കഴുകി വൃത്തിയാക്കിയല്ലേ എടുക്കുന്നത്. അപ്പോൾ ഒരു തൊലി ഒന്നും ഇരുന്നാലൊന്നും ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഓരോരുത്തർ ഫാസ്റ്റ് ഫുഡൊക്കെ മേടിക്കുന്നത് അവരെത്രമാത്രം വൃത്തിയാക്കിയാണ് ഓരോന്നുണ്ടാക്കി കൊടുക്കുന്നത്, അല്ലല്ലോ. അപ്പം നമ്മൾ കഴുകിയൊക്കെ എടുത്തു. ഇപ്പം ചുമന്നുള്ളി വെളുത്തുള്ളിയായി. ഇനിയും നമുക്ക് ജീരകമാണ് വേണ്ടുന്നത്. ഓരോ നാടുകളിൽ ഓരോ തരമല്ലേ അരപ്പൊക്കെ തയ്യാറാക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. സ്വല്പം ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടിയുടെ കൂട്ടത്തിൽ ഇട്ടരച്ചെടുക്കും. പിന്നെ എന്നാ വേണ്ടുന്നത്, നമുക്ക് ആവശ്യമായ ഉപ്പ് അന്നേരം പിന്നെ ചേർക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് കുറച്ച് ഉപ്പൂടെ അങ്ങ് ചേർത്തേക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ചക്കയ്ക്കാകുമ്പോൾ സ്വല്പം ഉപ്പ് കൂടുതൽ വേണം, എരിവും അതുപോലെ കൂടുതൽ വേണം. ഇപ്പോഴും കറിവേപ്പില പറിച്ചുകൊണ്ട് വന്നില്ല. ഇനി കറിവേപ്പിലയോടെ ഒന്ന് പറിച്ചുകൊണ്ട് വന്ന് അതായത് 2 ഇലയൂടെ വെച്ച് ഇതൊന്നങ്ങ് അരച്ചെടുക്കാം. കണ്ടല്ലോ.
ഇപ്പോഴേ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ ചക്ക ഇവിടെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ ആ ഫ്രഷ് ചക്ക വേവിക്കുന്നത് പോലെ അത്ര പറ്റത്തില്ല, എങ്കിലും വെന്തിട്ടൊക്കെ ഉണ്ട്. സ്വല്പം വെള്ളമയമൊക്കെ കൂട്ടി ഞാൻ ഒഴിച്ചു. അപ്പം ചക്ക നമ്മൾ കഴുകി നല്ലവണ്ണം അത് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ സ്വല്പം വെള്ളമയമൊക്കെ ഉണ്ട്. എങ്കിലും ഇപ്പം പൊടിഞ്ഞിരിക്കുന്ന ചക്കയായിരുന്നു, പക്ഷെ ഇത് കുഴഞ്ഞു ഇപ്പോഴും. സാരമില്ല, എങ്കിലും കുഴപ്പമില്ല. ചക്കയില്ലാത്ത അവസരത്തിലൊക്കെ കഴിക്കാൻ കൊള്ളാം. കണ്ടോ, ഒന്നുകൂടെ ഞാൻ ഒന്ന് കുഴച്ചെടുക്കട്ടെ. ഇപ്പോഴേ ഞാൻ ചക്കയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ മോരുകറി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പയർ തോരൻ ഇരിപ്പുണ്ട്. ഇന്നലത്തെ ഞാച്ചങ്ങ പയർ തോരൻ വെച്ചത് ഇരിപ്പുണ്ട്, അതൊന്ന് ചൂടാക്കിയെടുക്കണം. പിന്നെ ഉണക്ക മീൻ, കരിഞ്ചാള മത്തി, ഇവിടെ കരിഞ്ചാള എന്നൊക്കെ പറയാം അതിന്. അത് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ ഉച്ചഭക്ഷണം. അപ്പോൾ ഇപ്പോൾ സമയം 2:30 മണിയായി. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഇത് കണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അതിയായ സ്നേഹത്തോട് നന്ദി അറിയിക്കുന്നു.